സാധാരണക്കാർക്ക് ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തെളിയിച്ച മാനുഫാക്ചറാണ് ടാറ്റ മോട്ടോഴ്സ്. അതിനുശേഷം ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങൾ ടാറ്റ മോട്ടോഴ്സ് ഇറക്കി. അതിന് ഏറ്റവും പുതിയ വാഹനമായ ടിയാഗോ EV ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. 2022 ടാറ്റ മോട്ടോഴ്സ് ആദ്യമായിട്ട് ടിയാഗോ EVനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനുശേഷം 2025 ഒരു അപ്ഡേറ്റ് വന്നു. എന്നാൽ 2026 ഇതാണ് ശരിക്കും ഒരു മേജർ ഡിസൈൻ അപ്ഡേറ്റ് വന്നുള്ളത്. എസ്പെഷ്യലി എന്താ ഡിസൈനിൽ മാറ്റം വന്നുള്ളത് ഫ്രണ്ടിലും റിയറിലാണ്. ഫ്രണ്ടിൽ നോക്കിയാൽ നമ്മൾ പുതിയ പഞ്ചിൽ കണ്ട ആ ഒരു സിമിലർ ഡിസൈൻ തീമാണ് ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ EVയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ കംപ്ലീറ്റ്ലി ബോഡി കളേർഡ് ആവുന്നതാണ്. ബമ്പർ അടക്കം എല്ലാ കാര്യങ്ങളും ബോഡി കളേർഡ് ആയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് നൽകിയത്. നേരത്തെ ഇവിടെ ഒരു ബ്ലാക്ക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ബ്ലാക്ക് ഒക്കെ മാറി ഫുൾ ബോഡി കളേർഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ നോക്കി കഴിഞ്ഞാൽ പുതിയൊരു ഹെഡ് ലാമ്പ് ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഫുൾ LED ഹെഡ് ലാമ്പ്സ് ആണ്. ഈ ഹെഡ് ലാമ്പ്സിനുള്ളിൽ തന്നെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് DRL വന്നതാണ്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുള്ളത്. അതുപോലെ ബമ്പർ ഡിസൈൻ നോക്കിയാലും പുതിയൊരു ബമ്പർ ഡിസൈനാണ്. നേരത്തെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആണ് കൊടുത്തത്, ഇപ്പോൾ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ് ടിയാഗോ EVക്ക് കൊടുത്തുള്ളത്. അതുപോലെ 360 ഡിഗ്രി ക്യാമറയും ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. ഓവറോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ കുറച്ചൊരു മെച്യൂർഡ് ലുക്കാണ് പുതിയ ടിയാഗോ EVക്ക് വരുന്നത്. ഡയമെൻഷൻസ് നോക്കി കഴിഞ്ഞാൽ കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. പഴയ ടിയാഗോ EVയുടെ സെയിം ഡയമെൻഷൻസ് തന്നെയാണ് പുതിയ മോഡൽ വന്നിട്ടുള്ളത്. അതുപോലെ ഡിസൈൻ തീം നമ്മൾ സൈഡിൽ നോക്കിയാൽ ഈ സൈഡ് സിലോട്ട് കാര്യങ്ങളൊന്നും കാര്യമായ ചേഞ്ചസ് വന്നിട്ടില്ല. ഫ്രണ്ടിലും ബാക്കിലാണ് കൂടുതൽ ചേഞ്ചസ് വന്നിട്ടുള്ളത്. പക്ഷേ സൈഡിൽ 1-2 മാറ്റം വന്നത്, എസ്പെഷ്യലി മിറർ നോക്കി കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറയുടെ ഇൻറ്റഗ്രേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ടിയാഗോ EVയിൽ അലോയ് വീൽസ് വരുന്നില്ല. അതിന് പകരം ഈ ഒരു കവേഴ്സാണ് വരുന്നത്. 14 ഇഞ്ച് വീൽസാണ് വരുന്നത്. അതുപോലെ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ബാറും പുതിയതാണ് വരുന്നത്. അതുപോലെ ഈ ഒരു ക്രോം എലമെൻറ്റ്സ് ഒക്കെ വന്നുകൊണ്ട് കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് നൽകാൻ സഹായിക്കുന്നുണ്ട്. ഫ്രണ്ട് പറഞ്ഞാൽ റിയറിലാണ് ഏറ്റവും കൂടുതൽ ഡിസൈൻ ചേഞ്ചസ് ഉള്ളത്. എസ്പെഷ്യലി നമുക്ക് ടെയിൽ ലാമ്പാണ്. ആക്ച്വലി കണക്റ്റഡ് ടെയിൽ ലാമ്പല്ല വരുന്നത്, നമുക്ക് ജസ്റ്റ് ഇത് എലമെൻറ്റ് മാത്രമായിട്ട് കൊടുത്താണ്. ഇത് ലൈറ്റ് വരുന്നില്ല. ടെയിൽ ലാമ്പ് നോക്കിയാൽ വളരെ രസമായിട്ട് മോഡേൺ ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ്, നല്ല ചങ്കി ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് കൊടുത്തത്. അതുപോലെ ടിയാഗോ .EV എന്നുള്ള ബാഡ്ജും കൊടുത്തത്. അതിൽ ബമ്പർ നോക്കിയാൽ നമ്മൾ ഫ്രണ്ടിൽ കന്നുള്ള ആ ഒരു സിമിലർ ഡിസൈൻ തന്നെയാണ് ബാക്കിലും കൊടുത്തിട്ടുള്ള. നമുക്ക് സെൻസേഴ്സ് കാര്യങ്ങൾ കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു മാറ്റം വന്നിട്ടുള്ള, നേരത്തെ ക്യാമറ വന്നിരുന്നത് ഇവിടെയായിരുന്നെങ്കിൽ ഇപ്പോൾ വരുന്ന ഈ ലോവർ പോർഷനാണ് ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ബൂട്ട് സ്പേസ് നോക്കി കഴിഞ്ഞാലും നേരത്തെ ഉള്ള പോലെ തന്നെ 240 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. അത്യാവശ്യം ഒരു വലിയ ക്യാബിൻ ലഗേജും 2 ബാഗ്സും നമുക്ക് ഈസിലി നമുക്ക് വെക്കാൻ സാധിക്കും. സ്പ്ലിറ്റ് സീറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ബാക്കിൽ ആരെങ്കിലും ഇല്ലെങ്കിൽ കുറച്ചൊരു ലഗേജ് വേണമെങ്കിൽ നമുക്ക് ഈ സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ടാറ്റ മോട്ടോഴ്സ് നൽകുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ഉള്ള പോലെ തന്നെ ഇൻറ്റഗ്രേറ്റഡുള്ള സ്പോയിലറും ഷാർക്ക് ഫിൻ ആൻറ്റനയും നൽകുന്നുണ്ട്. അതുപോലെ ഈ പുതിയൊരു കളറാണ് ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ EVയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ 6 കളർ ഓപ്ഷൻസും ടിയാഗോ EVയിൽ വരുന്നുണ്ട്. ഇന്ത്യയുടെ കംപ്ലീറ്റ്ലി പുതിയൊരു ഡിസൈൻ തീമാണ് ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുള്ളത്. എസ്പെഷ്യലി ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നോക്കിയാൽ പഴയ മോഡലായിട്ട് യാതൊരു ബന്ധമില്ല, കംപ്ലീറ്റ്ലി പുതിയതാണ് വന്നതാണ്. എസ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു ഫാബ്രിക് ലെയർ വന്നേക്കുന്നതുകൊണ്ട് തന്നെ അതിനൊരു പുതിയ ടെക്സ്ചർ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ നോക്കിയാൽ പുതിയതാണ്. ഈ ഒരു പോപ്പപ്പ് ആയിട്ട് ഇങ്ങനെ 2 സൈഡിൽ AC കൺട്രോൾസ്, AC വെൻസ് വന്നപ്പോൾ തന്നെ പുതിയൊരു രസമായിട്ട് ഒരു കുറച്ചൊരു ക്യാബിന് കുറച്ചൊരു ബെറ്റർ ഫീലാണ് നൽകുന്നത്. സെൻട്രൽ കൺസോൾ നോക്കിയാൽ പുതിയൊരു 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. വളരെ സ്ലീക്ക് ആയിട്ടുള്ള സിസ്റ്റമാണ്, നല്ല രസമായിട്ടുള്ള റെസ്പോൺസീവ് ആയിട്ടുള്ള സിസ്റ്റമാണ് വന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓൾറെഡി ടാറ്റ മോട്ടോഴ്സിൻ്റെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിൽ കണ്ട സെയിം സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് തന്നെ വളരെ രസമായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഇതിനകത്ത് കൺട്രോൾസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത്. അതുപോലെ സെൻട്രൽ കൺസോൾ ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ടിയാഗോയിൽ കണ്ട സെയിം ബട്ടൺസ് തന്നെയാണ്. കാരണം ഇത് നമുക്ക് റീജനറേഷൻ്റെ ബട്ടൺസും അതുപോലെ ഹസാർഡ്, അതുപോലെ നമുക്ക് ഗൺ റിലീസ് ചെയ്യാനുള്ള 360 ഡിഗ്രി ക്യാമറയുടെ ബട്ടൺസോടെ കൊടുത്തത്. 360 ഡിഗ്രി ക്യാമറ പുതിയൊരു അഡീഷനാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ വേറൊരു വാഹനത്തിനും 360 ഡിഗ്രി ക്യാമറ വന്നില്ല, ടിയാഗോയ്ക്കാണ് ആദ്യമായിട്ട് വരുന്നത്. അതുപോലെ അതിന് തൊട്ട് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളെല്ലാം കൊടുത്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു കാര്യമാണ്. കാരണം യൂഷ്വലി എല്ലാ മാനുഫാക്ചേഴ്സും എല്ലാ ഈ ഒരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വഴിയാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കൺട്രോൾസും കാര്യങ്ങളെല്ലാം ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുണ്ട്. പഴയ ടിയാഗോയിൽ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളത്. പക്ഷേ പുതിയ ടിയാഗോയിലേക്കൊന്നും ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുന്നത്. കാരണം നമുക്ക് 2 ഫോൺ വെക്കാനുള്ളൊരു ഓപ്ഷൻ ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുണ്ട്. വയർലെസ് ചാർജറൊന്നും വരുന്നില്ല, പക്ഷേ ഫോൺ ഇവിടെ പ്രോപ്പറായിട്ട് വെക്കാൻ സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് റോട്ടറി ആയിട്ടുള്ള നമുക്ക് ഗിയർ സെലക്ഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ടിയാഗോയിലുള്ള ആ ഒരു സെയിം സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് പുതിയ ടിയാഗോയിലും വന്നിട്ടുള്ളത്. അതിൻ്റെ താഴത്തേക്കായിട്ട് കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ സീറ്റ്സിൻ്റെ കാര്യം എടുത്തു പറയണം, നല്ല സീറ്റ്സാണ്. ഈ ഒരു സെയിം ഫാബ്രിക് മെറ്റീരിയലാണ് ഈ ഒരു സീറ്റ്സിനും വന്നത്. സീറ്റ്സൊക്കെ അത്യാവശ്യം നല്ല വെൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സാണ്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അതുപോലെ മറ്റൊരു കാര്യമുള്ള പുതിയ സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത് ടിയാഗോയിൽ. നേരത്തെ വന്നത് സ്റ്റിയറിംഗ് വീല് കുറച്ച് ഓൾഡ് ഫാഷൻ, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിരുന്നു. പക്ഷേ പുതിയ ടിയാഗോയിൽ കംപ്ലീറ്റ്ലി പുതിയൊരു ഡിസൈൻ തീമിലുള്ള സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ടാറ്റ വാഹനങ്ങൾ കാണുന്നതിനൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഇലിമിനേറ്റഡ് ടാറ്റ ലോഗോ ഒക്കെയാണ് ഇപ്പോൾ മിക്ക വാഹനങ്ങളും വരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടാറ്റ .EV എന്നുള്ളൊരു ബാഡ്ജിങ്ങോട് കൂടി സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളും അതുപോലെ തന്നെ ക്രൂസ് കൺട്രോളും കാര്യങ്ങളുടെ ബട്ടൺസും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രസമായിട്ടുള്ള വലിയൊരു സ്റ്റിയറിംഗ് വീല് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ നോക്കിയാൽ ഈ ഒരു സ്റ്റോക്സും കാര്യങ്ങളും നോക്കിയാൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്സ്, വളരെ
അതിൻ്റെ ഒരു ഡാമ്പിങ് കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയാണ്, വളരെ രസമാണ്. കാരണം നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ വളരെ നല്ല ഡാമ്പിങ് കാര്യങ്ങളെല്ലാം ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ നോക്കിയാൽ പുതിയൊരു 5 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് നൽകിയത്, ഡിജിറ്റൽ ക്ലസ്റ്ററാണ്. എല്ലാ ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് തന്നെ അത് ലേഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓവറോൾ ഡാഷ്ബോർഡ് ഫ്രണ്ടിൽ നോക്കിയാൽ തന്നെ നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ലഭിക്കുന്നു. അതുപോലെ മറ്റൊരു കാര്യമുള്ള പവർ വിൻഡോ ബട്ടൺസും കാര്യങ്ങളെല്ലാം ഫൈനലി ടാറ്റ മോട്ടോഴ്സ് മാറ്റിയിട്ടുണ്ട്. നമ്മൾ സിയറിൽ കണ്ട സെയിം ആ ഒരു പവർ വിൻഡോ ബട്ടൺസും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ മോഡലിൽ വന്നിട്ടുള്ളത്. അതുപോലെ ഇത് നമുക്ക് റോട്ടറി ആയിട്ടുള്ള നമ്മൾ മിറർ അഡ്ജസ്റ്റിൻ്റെ ബട്ടൺസ് പഴയ മോഡലിൽ റീറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല ഈ ഒരു സെഗ്മെൻറ്റിൽ, ഒരു വാഹനത്തിൽ സൺറൂഫ് കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ അത്യാവശ്യം നല്ല വെൽ പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ടാറ്റ മോട്ടോഴ്സ് പുതിയ ടിയാഗോ ഇവിക്ക് നൽകിയിട്ടുള്ളത്. ബാക്ക് സീറ്റ് നോക്കിയാൽ നേരത്തെ ടിയാഗോയിലെ സെയിം ഒരു ബാക്ക് സീറ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് സീറ്റിൻ്റെ ഈ ഒരു ടെക്സ്ചറും കാര്യങ്ങളും നേരത്തെ ലെതർ സീറ്റൊക്കെ വരുന്നില്ല, ആ ടെക്സ്ചറൊക്കെ മാറ്റിയിട്ട് ഫാബ്രിക് മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ട്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. അത്യാവശ്യം ലെഗ് റൂം കാര്യങ്ങളുണ്ട്, ഹെഡ് റൂം ആണെങ്കിലും കുഴപ്പമില്ലാത്തതുണ്ട്. പക്ഷേ ഒരു അഡീഷൻ വന്നിട്ടുള്ള നമുക്കിപ്പോൾ റിയർ AC വെൻസ് ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ ഇവിയിൽ നൽകിയിട്ടുണ്ട്. വളരെ നല്ലൊരു അഡീഷനാണ്, കാരണം ക്യാബിൻ കുറച്ചുകൂടി പെട്ടെന്ന് കൂളാവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ പുതിയ പവർ വിൻഡോ ബട്ടൺസ് നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം പവർ വിൻഡോ ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു സിറ്റിയിൽ ട്രാവൽ ചെയ്യാനും ജസ്റ്റ് ഒന്ന് ഒരു ഔട്ടറിലേക്കൊക്കെ പോകാനാണെങ്കിലും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടിരിക്കും. 4 പേർക്ക് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പാകത്തിനാണ് ടിയാഗോ ഇവിയിൽ വന്നിട്ടുള്ളത്. ടിയാഗോ ഇവിയിൽ നേരത്തെ ഉണ്ടാകുന്ന സെയിം ബാറ്ററി പാക്കാണ് പുതിയ മോഡലിൽ വരുന്നത്. 19.2 kWhൻ്റെയും 24 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. 19.2 kWh വരുമ്പോൾ 61 HP പവറും 110 Nm ടോർക്ക് വരുന്നത്. 24 kW വരുമ്പോൾ 75 PS പവറും 110 Nm ആണ് ടോർക്ക് വരുന്നത്. ഈ ഒരു പവർ ഫിഗേഴ്സ് കാര്യങ്ങളിലൊന്നും യാതൊരു മാറ്റം വന്നില്ല, പണ്ടുണ്ടായിരുന്ന സെയിം ഇത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ നമുക്ക് ക്ലെയിം ഫിഗർ നോക്കി കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടാകുന്ന റേഞ്ചിനൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. ഒഫീഷ്യലി ഏറെ ക്ലെയിം റേറ്റിംഗ് വന്നിട്ടുള്ളത് 75% റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 19 kW 226 km, 24 kW വരുമ്പോൾ 285 km ആണ് കമ്പനി പറയുന്നത്. പക്ഷേ നമുക്ക് റിയൽ വേൾഡിൽ ഏകദേശം 24 kW നമുക്ക് അറൗണ്ട് ഒരു 250 km ഡെഫിനറ്റ്ലി നമുക്ക് റേഞ്ച് കിട്ടുമെന്നാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മളെടുത്തപ്പോൾ 84% ബാറ്ററി ഉണ്ട്, നമ്മൾ അത്യാവശ്യം നല്ല സ്പീഡിലും കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് നമുക്ക് 157 km ആണ് ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത്. പക്ഷേ ഒരു സാധാരണ രീതിക്ക് ഓടിക്കാൻ ഡെഫിനറ്റ്ലി 250 km അടുത്ത റേഞ്ച് കിട്ടുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു റൈഡ് ആൻഡ് ഹാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നേരത്തെ ടിയാഗോയുടെ സെയിം പാക്കേജ് തന്നെയായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. കാരണം സസ്പെൻഷനിലോ കാര്യങ്ങളൊന്നും യാതൊരു മാറ്റം വരുത്തിയിട്ടുള്ളതാണ് ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിട്ടുള്ള ആ ഒരു റിഫൈൻഡ് ഫീൽ, ഒരു ചെറിയ ഹാച്ച് ബാക്കിൻ്റെ ഒരു ഫീൽ അല്ല നമുക്ക് ലഭിക്കുന്നത്. നേരത്തെ കിട്ടുന്ന പോലെ തന്നെ കുറച്ചുകൂടി ഒരു വലിയൊരു ഹാച്ച് ബാക്ക്, വലിയ വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഡ്രൈവ് ചെയ്യുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പുതിയ സ്റ്റിയറിംഗ് വീലാണ്. കാരണം കുറച്ചുകൂടി വലിയൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി ഒരു നമുക്ക് ഡ്രൈവറെ കുറച്ചുകൂടി ഫീൽ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിയറിംഗിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നേരത്തെ ഉള്ള ടിയാഗോ പോലെ തന്നെയാണ് സിറ്റിയിൽ ഉപയോഗിക്കാൻ വേണ്ടി കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വന്നത്. പക്ഷേ നമുക്കൊരു എബോവ് ഒരു ഹൈവേ സ്പീഡ്സിൽ 80 to 100 പോയി കഴിഞ്ഞാൽ പോലും യാതൊരു കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ വാഹനത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് റീജനറേഷൻ മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറഞ്ഞാൽ 4 റീജനറേഷൻ മോഡ്സ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ബാറ്ററി ഒക്കെ നമുക്ക് സേവ് ചെയ്ത് ഓടിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ ഓടിക്കാം. ഞാൻ യൂഷ്വലി നമ്മൾ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ലെവൽ 1 ഓടിക്കുന്നത്. കാരണം ലെവൽ 1 ഓടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം റീജനറേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിനകത്ത് ആഡാസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ടാറ്റ മോട്ടോഴ്സ് ടിയാഗോ ഇവിയിൽ 6 എയർ ബാഗ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സേഫ്റ്റി റേറ്റിംഗ്സ് നോക്കി കഴിഞ്ഞാൽ 4 സ്റ്റാർ റേറ്റിംഗ് ആണ് നേരത്തുള്ള വാഹനത്തിലുള്ളത്. പക്ഷേ പുതിയ വാഹനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഷാസീസിൽ, അതായത് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓവറോൾ ക്യാബിൻ നോക്കിയാൽ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്. സീറ്റ്സ് ഞാൻ പറഞ്ഞ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. അതുപോലെ റോഡ് നോയ്സ് അധികം ഉള്ളിലേക്ക് വരുന്നില്ല. പക്ഷേ നമ്മുടെ ബാറ്ററിയുടെ ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്കൊന്ന് നേരത്തെ ഉള്ള ടിയാഗോന് ഞാനത് കേൾക്കുന്നതായിട്ട് ഓർമ്മയില്ല. പക്ഷേ പുതിയ മോഡലിൽ വന്നപ്പോൾ അങ്ങനെ ചെറിയൊരു സൗണ്ട്, ബാറ്ററി വർക്ക് ചെയ്യുന്ന ചെറിയൊരു സൗണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഒഴിച്ചെറിഞ്ഞാൽ റോഡ് നോയ്സോ കാര്യങ്ങളൊന്നുമില്ല, വിൻ നോയ്സോ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. വളരെ നല്ല ഇൻസുലേറ്റഡ് ക്യാബിനും കാര്യങ്ങളെല്ലാം ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുണ്ട്. അതുപോലെ ടിയാഗോ .EVയിൽ മറ്റൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ചാർജിങ് സ്പീഡാണ്. നേരത്തെ നമുക്ക് മാക്സിമം 25 kW എന്തോന്ന് മാക്സിമം DC ചാർജിങ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 30 kW വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 20 to 80% ചാർജ് എടുക്കാനായിട്ട് വെറും 35 minutes, അതായത് നമ്മളൊരു കോഫി ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക ഒരു 80% ചാർജ് നമുക്ക് ഈസിലി ലഭിക്കുന്നതാണ്. ഒരു ഫാമിലിയെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു എൻട്രി ലെവൽ EV എന്ന രീതിക്ക് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ നല്ലൊരു വാഹനം തന്നെയാണ് നമ്മുടെ ടിയാഗോ EV. അതുപോലെ മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഒരു ബ്രേക്കിംഗ് പെർഫോമൻസ് നോക്കിയാൽ അത്യാവശ്യം നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് ടാറ്റ മോട്ടോഴ്സ് നൽകിയത്. എഗെയിൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈസാണ്. കാരണം 6.99 lakhs ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഈ ഒരു പ്രൈസ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. ടോപ്പ് എൻഡ് നമ്മളിപ്പോൾ ഓടിക്കുന്ന ടോപ്പ് എൻഡ് വാഹനത്തിന് വില വരുന്നത് under 10 lakhs ആണ് വില വരുന്നത്. ആ ഒരു വിലയ്ക്ക് നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ ടാറ്റ മോട്ടോഴ്സ് നൽകിയിട്ടുണ്ട്. കാരണം 360-degree ക്യാമറ വരുന്നുണ്ട്, ലെയിൻ കീപ്പ് ക്യാമറ വരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഇൻഫോടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ബെറ്റർ ക്വാളിറ്റി പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ ക്വാളിറ്റി നമുക്ക് ഫീൽ ഉണ്ട്. സോ ഓവറോൾ നോക്കി കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയാണ് പുതിയ ടിയാഗോ .EV.